കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിത സമരത്തിലേക്ക്. മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാനാവില്ലെന്ന് കമ്മീഷണർ അറിയിച്ചതായി അതിജീവിത പറഞ്ഞു. റിപ്പോർട്ട് 2 ദിവസത്തിനകം കിട്ടണമെന്നും ഇല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നും അതിജീവിത പറഞ്ഞു. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തടഞ്ഞതിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതിജീവിത പറഞ്ഞു. പക്ഷെ അവരതൊക്കെ പറഞ്ഞ് എന്നെ മടക്കുമ്പോൾ ആ റിപ്പോർട്ട് ആരും വാങ്ങി തരുന്നില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോഴും അവർ റിപ്പോർട്ട് ഇവിടുന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ റിപ്പോർട്ട് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് തരാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ റിപ്പോർട്ടിൽ എനിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടാവാം. അപ്പം ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കേസിന് എന്തെങ്കിലും ബാധിക്കുമെന്നുള്ളൊരു ഭയം ഉണ്ടാവാം. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഒരിക്കലും ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നീതി ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നീതി തരില്ലേ. അവർ നീതി തരാനുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം കൊണ്ട് എന്നെ അവഗണിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും പരസ്യമായിട്ട് ഒരു സമരം തന്നെ. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ICU പീഡനക്കേസ് അതിജീവിത വീണ്ടും സമരത്തിലേക്ക് നീങ്ങാൻ കാരണം എന്താണ്? ദിവ്യ, ICU പീഡനക്കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരെ ഒരു പരാതി അതിജീവിത നൽകിയിരുന്നു. തൻ്റെ മൊഴികളിൽ പലതും ഈ ഗൈനക്കോളജിസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നായിരുന്നു ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പരാതിയിന്മേലുള്ള അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അതിജീവിത പലതവണ കമ്മീഷണറെയും DGPയും ഒക്കെ സമീപിച്ചിരുന്നു. എന്നാൽ അതിലൊരു അനുകൂലമായ മറുപടി ഉണ്ടായിട്ടില്ല. ഇന്ന് വീണ്ടും കമ്മീഷണർ ഓഫീസിൽ അതിജീവിത എത്തി തൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തരാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്നും കമ്മീഷണർ സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും താൻ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് അതിജീവിത പ്രഖ്യാപിക്കുന്നത്. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് അതിജീവിതയുടെ തീരുമാനം. 2 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടണമെന്നും അതിജീവിത പറയുന്നു. ഇല്ലെങ്കിൽ അതിനുശേഷം കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങാനാണ് അതിജീവിതയുടെ തീരുമാനം. ഇന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് അതിജീവിത എത്തിയ സമയത്ത് ഈ ഓഫീസിന് മുന്നിൽ വെച്ച് അതിജീവിതയെ തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. പോലീസുകാർ അതിജീവിതയെ തടയുകയായിരുന്നു. അകത്തേക്ക് കയറാൻ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തടഞ്ഞു വെച്ചത്. ഇതിനു പിന്നാലെ ഇതിലും അവർ തൻ്റെ അമർഷം രേഖപ്പെടുത്തുകയുണ്ടായി. പൊതുജനത്തിന് മുന്നിൽ തന്നെ കാഴ്ച വസ്തുവാക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അതിജീവിത നടത്തിയത്. ആദ്യമായാണ് തനിക്ക് ഈ തരത്തിലുള്ള ഒരു കാര്യം നേരിടേണ്ടി വന്നതെന്നും അതിജീവിത പറയുകയാണ്. ആരോഗ്യമന്ത്രി തനിക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും അതല്ല നടക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമില്ല എന്ന് കൂടിയാണ് അതിജീവിത പറഞ്ഞു വെക്കുന്നത്. പലയിടങ്ങളിൽ പലതവണ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പോയിട്ടും അത് നൽകാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം കൂടി അതിജീവിത ഉന്നയിക്കുന്നുണ്ട്. അന്ന് തന്നെ വലിയ തോതിൽ, അതായത് താൻ പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണമായിരുന്നു അതിജീവിത ആ സമയത്ത് തന്നെ ഉന്നയിച്ചത്. ഈ വളരെ ഗുരുതരമായ ഈ പരാതിയിന്മേലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ അതിജീവിതയ്ക്ക് നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്.